മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസത്തിനായി ഫണ്ട് നൽകിയത് എത്ര എംപിമാരാണെന്നറിയാമോ? ആകെ നമുക്ക് കേരളത്തിൽ 20 എംപിമാർ ലോക്സഭയിലും 9 എംപിമാർ രാജ്യസഭയിലുമുണ്ട്. അതിൽ 29 എംപിമാരിൽ ചൂരൽമല മുണ്ടക്കൈ ദുരിതാശ്വാസത്തിനായി ഫണ്ട് നൽകിയത് 10 എംപിമാർ മാത്രമാണ്. UDF-ൽ നിന്ന് ഷാഫി പറമ്പിലും NK പ്രേമചന്ദ്രനും മാത്രമാണ് ഫണ്ട് നൽകിയത്. ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചത് ജോൺ ബ്രിട്ടാസ് എംപിയാണ്. UDF-ൽ നിന്ന് 2 എംപിമാരാണ് പണം നൽകിയിരിക്കുന്നത്. BJP നോമിനിയായിട്ടുള്ള PT ഉഷ 5 ലക്ഷം രൂപ നൽകി മാതൃകയായിട്ടുണ്ട്. ബാക്കി എല്ലാ എംപിമാരും എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ വീതം നൽകിയ LDF-ലെ എംപിമാരാണ്. നമുക്ക് അവരുടെ പേര് വായിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. PP സുനീർ 25 ലക്ഷം രൂപ, ഒപ്പം K രാധാകൃഷ്ണൻ 25 ലക്ഷം രൂപ, ഡോക്ടർ V ശിവദാസൻ 25 ലക്ഷം, ശ്രീ A റഹീം 25 ലക്ഷം, ജോസ് കെ മാണി 25 ലക്ഷം, സന്തോഷ് കുമാർ CPയുടെ 25 ലക്ഷം എന്നിങ്ങനെയാണ് എംപിമാർ നൽകിയ പണത്തിന്റെ കണക്കെന്ന് പറയുന്നത്. അതായത് എല്ലാ എംപിമാരും നൽകുകയാണെങ്കിൽ വലിയ തുക ലഭിച്ചായിരുന്നു. പ്രാദേശിക വികസന ഫണ്ടിൽ പണം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ദുരന്ത നിവാരണത്തിന്റെ L3 കാറ്റഗറിയുടെ പ്രത്യേകത. അത് അനുവദിച്ചു കിട്ടിയിട്ടും കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സ്വന്തം എംപിമാരിൽ 31 പേരിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരടക്കം 31 പേരിൽ 2 സഭകളിലുമായിട്ടുള്ള എംപിമാരിൽ 10 പേർ മാത്രമാണ് കൊടുത്തത്. UDF-ൽ നിന്ന് 2 പേർ മാത്രമാണ് കൊടുത്തത് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ കൊടുത്തത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് തോന്നുന്നു, 1 കോടി രൂപ. ബാക്കിയുള്ളതിൽ കൂടുതലും LDF-ലെ എംപിമാരാണ് എന്നുള്ളതാണ്.